ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്, ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനുഷ്യ ശരീരം പ്രവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കര അത്ഭുതം തോന്നും. എങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ മൊത്തം കൺട്രോള് ആർക്കാണെന്ന് ചോദിക്കുന്നതിൽ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പം ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയും അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോള് ബ്രെയിനിനകത്താണ് എന്ന് പറയും. ചില ആളുകൾ പറയും ഇല്ല, കംപ്ലീറ്റ് കൺട്രോൾ ഹാർട്ടിനകത്താണെന്ന് പറയും. ചില ആളുകൾ പറയും അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇരിക്കുന്ന ബ്ലഡിനകത്താണ്, അല്ലെങ്കിൽ ചില ആളുകൾ വേറെ സിസ്റ്റത്തിനകത്താണ്. പല സംവിധാനങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ. നമ്മളിത് കാണുമ്പോൾ നമുക്കറിയാം ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ആരോ ഒരാൾ ഇതിൻ്റെ പിറകിൽ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പലപ്പോഴും സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും സ്വയമേ നടക്കുന്നത്, സ്വാഭാവികമായി നടക്കുന്ന, ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സ്വാഭാവികമായി നടക്കാത്തത്, വളരെയധികം പ്രാർത്ഥിച്ച് ചിലപ്പോൾ അതിനു വേണ്ടി കുറേ അധ്വാനിച്ച്, കുറേ കഷ്ടപ്പെട്ട്, കുറേ ഇടിവിൽ നിന്ന് ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും, ഈ രണ്ട് തരത്തിലുള്ള കാര്യമാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ മുകളിലുണ്ട്. അതുകൊണ്ട് ഇത് മൊത്തം നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്ന് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇത് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്ന, ഫുൾ നിയന്ത്രണവുമുള്ള ഒരാൾ നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ പേരാണ് യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്ന ഏത് കാര്യത്തിലും അതിനെ നിയന്ത്രിക്കുവാൻ, അതിനെ നടത്തുവാൻ, അതിൻ്റെതായ ശരിയായ വിധത്തിൽ അതിനെ കൊണ്ടുപോകാൻ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇപ്പോൾ വിശ്വാസത്തോടെ അത് പറയാൻ തുടങ്ങിയാലും, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, എലീറ്റ് സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ മകളുടെ 35ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് നന്ദി പറയുന്നു. ആ മകൾ കൂടുതൽ ദൈവമായിട്ട് ആഴത്തിലൊരു ബന്ധമുണ്ടാകുവാൻ, ആത്മീകമായി അടുത്ത തലത്തിലേക്ക് എത്തിച്ചേരുവാൻ, അതുപോലെ മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്തൊരു കീ സ്പോൺസർ കൂടെയുണ്ട്. ദുബായിൽ നിന്ന് ജോജി ആൻഡ് റീനയാണ്. ഇന്ന് ജോജിയുടെയും റീനയുടെയും 8ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി ജോജി ആൻഡ് റീന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ജോജിയുടെ ജോലിയിൽ സ്ഥാനക്കറ്റവും ഉയർച്ചയും ഉണ്ടാകുവാൻ, മകൾ ജിയാനയ്ക്ക് ദൈവികമായ ആരോഗ്യവും അനുഗ്രഹീതമായ ഭാവിയും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ ഈ ആഴ്ചയിൽ നമുക്ക് അമരവിളയിൽ വെച്ചിട്ട് പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് പാസ്റ്റർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടുത്തതായി വരുന്നത് അമരവിളയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമരവിളയിൽ ദേവിക ഓഡിറ്റോറിയത്തിൽ 2ാം ശനിയാഴ്ച ജൂലൈ 12 രാവിലെ 10 ഒരു വലിയ സംഘം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വന്നു ചേരുകയാണ്. നിങ്ങൾക്ക് ഈ അവസരം മിസ്സാകരുത്. കർത്താവായ യേശു വലിയ വിടുതലുകൾ, രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ സീരീസിൻ്റെ 3rd ഡേ ആണ്. ആദ്യത്തെ 2 ദിവസം മിസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 ദിവസത്തേത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും. ദയവായി കാണണം. ഇത് ടി വിയിൽ കാണുന്നവർ കാണും, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ കാണും. ഇതിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്, ഓഡിയോ പോഡ്കാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റിലൊക്കെ കാണും, സ്പോട്ടിഫൈയിൽ കാണും. സോ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഇത് കേട്ടുകൊണ്ട് പോകാം. സോ ദിസ് ഇസ് എ റെയർ ടീച്ചിങ്. ഈവൻ മോർണിംഗ് ഗ്ലോറിയിലാണെങ്കിലും എൻ്റെ മൊത്ത ശുശ്രൂഷയിലാണെങ്കിൽ പോലും ഞാൻ ഒത്തിരി ഈ ആത്മാവിൻ്റെ ഫലം എടുത്ത് പ്രസംഗിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഐ ജസ്റ്റ് കൺഫസ് ഇറ്റ്. പലപ്പോഴും നമ്മുടെ ഫോക്കസ് പോകുന്നത് വേറെ പലതിലേക്കുമാണ്. ഉദാഹരണത്തിന് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒത്തിരി പ്രസംഗിച്ച് കേൾക്കുന്നതാണ്. അതായത് ആത്മാവിൻ്റെ വരങ്ങൾ,
അതിൽ തന്നെ അതിൻ്റെ ഒരു കമ്പാരിസണൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിലാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് സിംഗുലറായിട്ട് പറഞ്ഞിട്ട് 9 ഐറ്റംസ് അതിൽ പറയുന്നു. 9 ക്യാരക്ടർ ട്രേറ്റ്സ്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ. അതിനെയും നമുക്ക് 3 ഗ്രൂപ്പാക്കാം. അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. തുടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് തോട്ടത്തിൻ്റെ നടുവിൽ 2 സ്പെഷ്യൽ ട്രീസ് ഉണ്ടായിരുന്നു. അത് സാധാരണ ബൊട്ടാണിക്കൽ ട്രീസ് എന്നതിനപ്പുറത്ത് 2 സ്പിരിച്വൽ സൈൻ പോസ്റ്റ്സ് ആയിരുന്നു, ചൂണ്ടുപലകളാണ്. ഇതിൽ അറിയാം മനുഷ്യവംശത്തിൻ്റെ ഭാവി. ഒന്നാമത്തേത് എന്തായിരുന്നു? ട്രീ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവവൃക്ഷം. രണ്ടാമത്തേത് അറിവിൻ്റെ വൃക്ഷം അഥവാ ജ്ഞാനത്തിൻ്റെ മരം. അപ്പോൾ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇമ്മോർട്ടാലിറ്റിയോടുകൂടി അല്ല സൃഷ്ടിച്ചത്. ഇമ്മോർട്ടാലിറ്റി ഉണ്ടാകണമെങ്കിൽ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് അതിലൂടെ എന്നേക്കും ജീവിക്കാം. എന്ന് വെച്ചാൽ അത് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ആത്മാവിൻ്റെ വഴിയിൽ പോയി സൗജന്യമായി ദാനമായി കിട്ടുന്ന നിത്യജീവൻ, ഗ്രേസിൽ, കൃപയാലാണല്ലോ ഇത് ദാനമായിട്ട് കിട്ടുന്നത്. അങ്ങനെ അങ്ങോട്ട് ഒറ്റ പോക്ക് പോയാൽ നിത്യജീവനിലെത്താം. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാപത്തിൻ്റെ മരമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന വിലക്കപ്പെട്ട കനിയാണ്, അത് പാപമാണ് ഈ തിന്നത്. അല്ല, പാപമരമല്ലത്. അതിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്: ദ ട്രീ ഓഫ് ദി നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ശരിക്കും പറഞ്ഞാൽ അത് പാപമരമല്ല. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ എന്തെങ്കിലും രീതിയിൽ നന്നാകണമെന്നുണ്ടെങ്കിൽ സ്വയമായി, ദൈവം ഇത് വിലക്കിയിരിക്കുകയാണ്. ദൈവം ഇല്ലാതെ സ്വയമായി പരിശ്രമിച്ച് മതങ്ങളുണ്ടാക്കി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി, അതിനനുസരിച്ച് ജീവിച്ച് ഓരോ പ്രാവശ്യവും തിന്മയെ തള്ളി നന്മ തിരഞ്ഞെടുത്ത് കഷ്ടപ്പെട്ട് നരകിച്ച് പോയി അവസാനം മരണത്തിലെത്തും. അങ്ങനെയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഒന്ന് ജീവൻ്റെ വൃക്ഷമാണെങ്കിൽ മറ്റേതിൻ്റെ അവസാനം, ആ വഴി തിരഞ്ഞെടുത്താൽ അതിൻ്റെ അവസാനം മരണമാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു കർത്താവ് 2 വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം, നല്ല വൃക്ഷം. 2 വഴികളെക്കുറിച്ച് പറയുന്നു. ഒന്ന് വലുതാണ്, വീതി ഉള്ളതാണ്, അതിലൂടെ പോകുന്നവർ ഒത്തിരിയാണ്, അതിൻ്റെ അവസാനം മരണമാണ്. മറ്റേത് നാരോ ആണ്, അതിൻ്റെ അവസാനം പക്ഷേ ജീവനാണ്. പിന്നെ അങ്ങനെ പലതും ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അതിൽ 2 വൃക്ഷം കണ്ടോ, 2 വഴി കണ്ടോ, ഇതെല്ലാം കണക്റ്റഡാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ 22-23 വചനങ്ങളിൽ കാണുന്ന ഈ ആത്മാവിൻ്റെ ഫലം കാണിക്കുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം തന്നെയാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, ആക്ട്സ് ഓഫ് ദ ഫ്ലഷ് അല്ലെങ്കിൽ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. അത് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാലുണ്ടാകുന്നതിൻ്റെ കോൺസിക്വൻസസ് ആണ്. അതിനെ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് വിളിക്കുന്നു. അതിനുശേഷം ഇന്നലെ കൃപാവരങ്ങളും ആത്മാവിൻ്റെ ഫലവും നമ്മൾ വ്യത്യാസം കണ്ടു. ഒന്ന് പ്ലൂരലാണ്, മറ്റേത് സിംഗുലറാണ്. അപ്പോൾ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റേത് ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആക്ഷനാണെങ്കിൽ മറ്റേത് ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെ എല്ലാ വ്യത്യാസങ്ങളും ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ഞാനിലേക്ക് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ 2 ദിവസത്തെ ദയവായി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇന്ന് ഇതിൽ ഓരോന്നും എടുത്ത് സംസാരിക്കാൻ പോവുക. ഇന്ന് മുതൽ അതങ്ങ് തുടങ്ങുകയാണ്. ഗലാത്യലേഖനം 5-ന്റെ 22-23 ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്, ഫോർബെയറൻസ് പോവുക. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. ഏറ്റവും ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് സ്നേഹമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ഉം 16-ഉം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ദി എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ഫുൾ ഓഫ് ലവ്. ദൈവം സ്നേഹമുള്ളവൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി, ദൈവത്തിൻ്റെ നേച്ചർ തന്നെ സ്നേഹമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം കൊണ്ടുവന്നിരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ
13 വായിക്കുമ്പോഴും സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും വലുത് സ്നേഹമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ 1 Corinthians 13 ആദ്യത്തെ 3 വചനങ്ങളും നോക്കി. ഇഫ് ഐ സ്പീക്ക് ഇൻ ദ ടങ്സ് ഓഫ് മെൻ ഓർ ഓഫ് ഏഞ്ചൽസ് ബട്ട് ഐ ഡു നോട്ട് ഹാവ് ലവ്, ഐ എം ഓൺലി എ റിസൗണ്ടിങ് ഗോങ് ഓർ എ ക്ലാങ്ങിങ് സിംബൽ. അവിടെ പറയുന്നത് നോക്കൂ, ഇഫ് ഐ സ്പീക്ക് ഇൻ ടങ്സ് ഓഫ് മെൻ ഓർ ഓഫ് ഏഞ്ചൽസ്, അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ പെട്ടതാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അതിൽ തന്നെ പല തരത്തിലുള്ള ഭാഷകളുണ്ട്. അതിലൊന്നാണ് മനുഷ്യരുടെ ഭാഷ, മറ്റൊന്നാണ് ദൂതന്മാരുടെ ഭാഷ. ചില ആളുകൾ ഏഞ്ചൽസിൻ്റെ ഭാഷയിൽ സംസാരിക്കും, ചില ആളുകൾ മനുഷ്യരുടെ അറിയാത്ത അൺനോൺ ലാംഗ്വേജസ് സംസാരിക്കും. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ്സ്, കൃപാവരം, ഭാഷയുടെ വരം എനിക്കുണ്ട്. ഒത്തിരി ഭാഷകൾ ഞാൻ സംസാരിക്കും. ബട്ട് ഐ ഡു നോട്ട് ഹാവ് ലവ്, എന്നാൽ സ്നേഹമില്ലെങ്കിൽ ഐ ആം ഓൺലി എ റിസൗണ്ടിങ് ഗോങ് ഓർ എ ക്ലാങ്ങിങ് സിംബൽ. ഞാൻ എന്തെങ്കിലും ചിലമ്പുന്ന ചെമ്പോ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ക്ലാങ്ങിങ് സിംബൽ പോലെ അല്ലെങ്കിൽ റിസൗണ്ടിങ് ഗോങ് പോലെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കാലിപാത്രത്തിൽ അടിച്ചാൽ എംപ്റ്റി വെസൽസ് മേക്ക് മോർ സൗണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ തല്ലിക്കൊണ്ടിരുന്നാൽ ഭയങ്കര സൗണ്ട്. ഒരു നിറപാത്രമാണെങ്കിൽ അടിച്ചാൽ അത്രയും സൗണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രങ്ങളിൽ ഇങ്ങനെ അടിച്ച് വായിക്കുന്ന ആളുകൾ കണ്ടു കാണും, പലതരത്തിലുള്ള പാത്രങ്ങൾ അടിച്ച്. അപ്പോൾ ഈ എംപ്റ്റി വെസൽസ് ആണെങ്കിൽ കൂടുതൽ ഒച്ച ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് കാമ്പില്ല, കഴമ്പില്ല, ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒത്തിരി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഇഫ് ഐ ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി and can fathom all mysteries and all knowledge, and if I have faith that can move mountains but do not have love, I'm nothing. വീണ്ടും ചില കൃപാവരങ്ങൾ പറയാം. പ്രവചനത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, ഇതെല്ലാം ഉണ്ട്. ഭയങ്കര പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു, പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല. If I give all I possess to thee, give to the poor, and give over my body to hardship that I may boast, but do not have love, I get nothing. വീണ്ടും പൗലോസ് പറയുകയാണ്, എനിക്കുള്ളതെല്ലാം ഞാൻ ദാനധർമ്മം ചെയ്യുന്നു, ദരിദ്രർക്ക് കൊടുക്കുന്നു. അതാണ് ഗിഫ്റ്റ് ഓഫ് ഗിവിങ്, കൊടുക്കുവാനുള്ള വരം. അതെനിക്കുണ്ട്. ഇതെല്ലാം കൃപാവരങ്ങളാണ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് എല്ലാ കൃപാവരങ്ങളും, പലതരത്തിലുള്ള കൃപാവരങ്ങൾ. ഇപ്പുറത്ത് വരുന്നു ആ ഫ്രൂട്ടിലൊന്ന്. ഏതാണത്? സ്നേഹം. ആദ്യം പറഞ്ഞിരിക്കുന്ന സ്നേഹം. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എവറിത്തിങ് ബിക്കം സീറോ. അപ്പോൾ കൃപാവരങ്ങൾ. അപ്പോൾ ചില ആളുകൾ ഇത് എടുത്തിട്ട് ഉടനെ തന്നെ പറയും സ്നേഹം ഉണ്ടായാൽ മതി, പ്രവചിക്കണ്ട, അന്യഭാഷ പറയണ്ട, കൊടുക്കണ്ട, ഇതൊന്നും ചെയ്യണം, നമ്മൾ സ്നേഹത്തിൽ ജീവിച്ചാൽ മാത്രം മതി. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം. കമ്പാരിസൺ, ഫ്രൂട്ടും ഗിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ നമുക്കുള്ളൊരു വേക്കപ്പ് കോളാണ്. ഇതിൽ മാത്രം കൃപാവരങ്ങൾ മാത്രം തൃപ്തിപ്പെടരുത്. ആത്മാവിൻ്റെ ഫലം നാം ഈൽഡ് ചെയ്യണം, ഗ്രോ ചെയ്യണം, ബെയർ ചെയ്യണം. വിതൗട്ട് ലവ് ഈവൻ ദ മോസ്റ്റ് ഇംപ്രസീവ് ആക്ട്സ് ഓഫ് സ്പിരിച്വാലിറ്റി ആർ എംപ്റ്റി നോയ്സ്. സ്നേഹമില്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായൊരു ശുശ്രൂഷ വെളിപ്പെട്ടാലും കാര്യമൊന്നുമില്ല. ലവ് ഈസ് ഇൻ വൺ വെർച്യു എമംഗ് മെനി. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ക്രിസ്ത്യൻ ക്യാരക്ടർ. ഇപ്പോൾ ഈ 9 എണ്ണത്തിൽ ആദ്യമേ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ് സകലത്തിൻ്റെയും ആധാരം. പക്ഷേ ഈ ഗ്രീക്ക് ഭാഷ എടുക്കുവാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഈ സ്നേഹത്തിന് പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ട് 4 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അതിൽ ഒന്നാണ് ഫിലോസ് അല്ലെങ്കിൽ ഫിലിയ എന്നൊക്കെ പറയുന്നത്. അത് എന്ന് വെച്ചാൽ ബ്രദർലി ലവ്, ഫ്രണ്ട്ലി ലവ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ തമ്മിലോ 2 സഹോദരങ്ങൾ തമ്മിലോ ഒക്കെയുള്ള സഹോദര സ്നേഹം, അതിനെയാണ് ഫിലിയോ എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഫിലിയോ ലവ് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇനി വേറൊരു ലവിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റോർഗെ എന്നാണ് പറയുന്നത്. STORGE, സ്റ്റോർഗെ. സ്റ്റോർഗെ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലവ് അല്ലെങ്കിൽ ഫാമിലിയൽ ലവ്, ഈ കുടുംബസ്നേഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആ സ്നേഹമാണ്. ലവ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ, സിബ്ലിങ്സ് ഓർ ഫാമിലി മെമ്പേഴ്സ്. അതായത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹം, അതുപോലെ സഹോദരങ്ങൾ, ഒരു കുടുംബത്തിലുള്ള കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹം,
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഇതിനൊക്കെയാണ് നമ്മൾ സ്റ്റോർഗേ എന്ന് പറയുന്നത്. അതും ബൈബിളിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അതിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് അഫെക്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്രൊട്ടക്റ്റീവ് ലവ് വിതിൻ ദ ഫാമിലി ഓർ കിൻഷിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ്. അടുത്തൊന്നാണ് ഈറോസ് എന്ന് പറയുന്നൊരു സ്നേഹമുണ്ട്. ദിസ് ഇസ് റൊമാൻറ്റിക് ലവ്, പാഷനേറ്റ് ലവ്. ഇതാണ് അനുരാഗം, ഈ കാമം എന്നൊക്കെ പറയില്ലേ, അതാണ് ഫിസിക്കൽ ഓർ സെക്ഷുവൽ ലവ്, ഡിസയർ, അട്രാക്ഷൻ. ഇതൊക്കെയാണ് ഈറോസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും ബൈബിൾ ആ വാക്കും ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 2, അതിൽ ലെറ്റ് ഹിം കിസ് മീ വിത്ത് ദ കിസസ് ഓഫ് ഹിസ് മൗത്ത് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം. അപ്പോൾ അതും ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ ഗോഡ് ഡിസൈൻഡ് അട്രാക്ഷൻ ആൻഡ് റൊമാൻസ് വിത്തിൻ മാരേജ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത വേറൊരു വേർഡ് സാധാരണ ഗ്രീക്ക് ഭാഷയിൽ, അതായത് പുതിയ നിയമം എഴുതപ്പെട്ട റൂട്ട് ലാംഗ്വേജിൽ വന്നിരിക്കുന്നത് അഗാപ്പേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അഗാപ്പേ. AGAPE, അഗാപ്പേ. ദിസ് ഇസ് അൺകണ്ടീഷണൽ ഓർ ഡിവൈൻ ലവ്. ദൈവസ്നേഹം, നിരുപാധികമായ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ലിമിറ്റ്ലെസ് ലവ്, വൺ വേ ലവ് എന്നൊക്കെ ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ദിസ് ഇസ് സെൽഫ്ലെസ്, ദിസ് ഇസ് സാക്രിഫിഷ്യൽ, ദിസ് ഇസ് അൺകണ്ടീഷണൽ, ദ ഹയസ്റ്റ് ഫോം ഓഫ് ലവ്. മറ്റ് ഈ ഫിലിയോ പറഞ്ഞു, സ്റ്റോർഗെ പറഞ്ഞു, ഈറോസ് പറഞ്ഞു, ഇതിനേക്കാളൊക്കെയും മുകളിൽ ഉള്ള വേറൊരു തരം ക്വാളിറ്റി ലവ് ആണ് അഗാപ്പേ. എല്ലാവരും എന്ന് പറഞ്ഞ അഗാപ്പേ, ദൈവസ്നേഹം. ദൈവത്തിൽ നമ്മൾ കാണുന്ന സ്നേഹം, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹം, ദൈവത്താൽ അതുപോലുള്ള സ്നേഹം നമ്മിൽ പകരപ്പെടുന്ന ആ സ്നേഹം, അതാണ് അഗാപ്പേ ലവ്. അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ആ ഒരു വേർഡ് ഒത്തിരി ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 5:8, ബട്ട് ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ലവ്, അഗാപ്പേ ലവ്, ഫോർ us in this, while we were still sinners, Christ died for us. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിനാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നതിന് വെളിവായിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലവിങ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം, ഫൗണ്ടേഷണൽ ടു ക്രിസ്ത്യൻ എത്തിക്സ്. ഇതാണ് ക്രിസ്തീയ സദാചാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ഗലാത്യ ലേഖനം 5:22 ആത്മാവിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നതിൻ്റെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായ എല്ലാവർക്കും? വാവ്! കൈയുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾക്ക് ഈ സ്നേഹം വേണം, ഈ സ്നേഹത്തിൽ ഞങ്ങൾ നിറഞ്ഞു വരണം. ഇത് ഞങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരാനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതുണ്ടാകട്ടെ, ഇൻ ജീസസ് നെയിം, ആമേൻ. നമുക്ക് തുടരാം. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഇസ് അൺകണ്ടീഷണൽ, ദിസ് ഇസ് സാക്രിഫിഷ്യൽ ആൻഡ് ദിസ് ഇസ് ഇൻറ്റൻഷണൽ. അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നോട്ട് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ദൈവത്തിന് നമ്മളുള്ള സ്നേഹം നമ്മുടെ പ്രകടനം വെച്ചിട്ടൊന്നുമല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ചെയ്താലും ചെയ്തില്ലെങ്കിലും കർത്താവ് സ്നേഹിക്കുന്നു, സ്ഥിരമായി നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു വൺ വേ ലവ്. ദെൻ സാക്രിഫിഷ്യൽ, വില്ലിംഗ് ടു സഫർ ഫോർ ദ ഗുഡ്, സഫർ ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്നു. അങ്ങനൊരു സാക്രിഫിഷ്യൽ ലവാണ് ഈ അഗാപ്പയിൽ എന്ന് പറയുന്നത്. ഇൻറ്റൻഷനലാണ്, നോട്ട് ബേസ്ഡ് ഓൺ ഫീലിങ്സ് ബട്ട് ഓൺ ഗോഡ്ലി ഡിസിഷൻ. ഇത് ഈ വികാരങ്ങളുണ്ടായിട്ട് തോന്നലുകളുണ്ടായിട്ടുള്ള സ്നേഹമല്ല, ഇൻറ്റൻഷനലാണ്. തീരുമാനമെടുക്കാൻ സ്നേഹിക്കാൻ പോകും, എന്നിട്ട് അങ്ങ് സ്നേഹിക്കുന്നു. ഇവിടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഹീ ലവ്ഡ് us ഫസ്റ്റ് ബിക്കോസ് ഹീ ലവ്ഡ് us. അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ നാം അവനെ സ്നേഹിക്കുന്നു. ഹി ഫസ്റ്റ് ലവ്ഡ് us. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. എന്ത് കേട്ടിട്ടാ? കുരുത്തക്കേട് കാണിച്ച് നമ്മൾ അവൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്ന കാലത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഈ ലവാണ്, ഈ 9 എണ്ണത്തിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന ലവാണെങ്കിൽ, ലവാണ് എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് സ്നേഹമാണ് വരുന്നത്. ബിക്കോസ് ലവ് ഈസ് എ സോയിൽ ഇൻ വിച്ച് ഓൾ ഓഫ് ദ ഫ്രൂട്ട് ഗ്രോസ്. അല്ലെങ്കിൽ മറ്റെല്ലാ ഫലവും വളർന്നു വരുവാനുള്ള മണ്ണ്, നിലം
സ്നേഹമാണ്. ബിക്കോസ് ജോയ് ഈസ് ലവ് റിജോയ്സിങ്. ഈ സ്നേഹം സന്തോഷിക്കുന്നതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. പീസ് ഈസ് ലവ് റെസ്റ്റിംഗ്. ഈ സ്നേഹം ചെന്ന് കിടന്ന് വിശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരാണ് സമാധാനം. പേഷ്യൻസ് ഈസ് ലവ് എൻഡ്യൂറിങ്. ഈ സ്നേഹം സഹിക്കുവാണെങ്കിൽ അതിൻ്റെ പേരാണ് ദീർഘക്ഷമ. കൈൻഡ്നസ് ഈസ് ലവ് ആക്ടിങ്. ഈ സ്നേഹം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് കൈൻഡ്നസ് ആയിട്ട് മാറുന്നു. ഗുഡ്നസ് ഈസ് ലവ് ചൂസിങ്. നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്നേഹമെടുക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ്. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ലവ് കമ്മിറ്റിങ്. ഈ സ്നേഹം എന്തിലെങ്കിലും ചെന്ന് ഹുക്ഡായി കമ്മിറ്റ് ചെയ്താൽ, അവിടെ സമർപ്പിച്ചാൽ അതിൻ്റെ പേരാണ് ഫെയ്ത്ത്ഫുൾനെസ്. ജെൻറ്റിൽനെസ് ഈസ് ലവ് ഈൽഡിങ്. ഈ സ്നേഹം വഴങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലവ് റിസ്ട്രെയിനിങ്. സ്നേഹം പലതിലും ബ്രേക്ക് ഔട്ട് നിർത്തുന്നു, ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അതാണ് സെൽഫ് കൺട്രോൾ. കഴിഞ്ഞ ചില മോർണിംഗ് ഗ്ലോറിയിലൊക്കെ കോറി ടെൻ ബൂം എന്നൊരു ലേഡിയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഡച്ചുകാരിയായിരുന്നു. അവർ ഈ ഹിറ്റ്ലറുടെ കാലത്ത് അവരുടെ ഫാദറിനൊരു വാച്ച് കമ്പനിയായിരുന്നു, വാച്ച് റിപ്പയറും ഒക്കെ ആയിട്ടുള്ള ഒരു വീട്. ഒരു സാമാന്യം വലിയ വീടാണ്. അപ്പോൾ ഈ യഹൂദന്മാരെ മുഴുവൻ വേട്ടയാടി കൊല്ലുന്ന കാലത്ത് അവരാൽ കഴിയുന്ന അത്ര യഹൂദന്മാരെ ഇവരുടെ വീടിനകത്ത് ഇവർ ഒളിപ്പിച്ചു വെച്ച് അതിൻ്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ദ ഹൈഡിങ് പ്ലേസ് എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. യഥാർത്ഥ സംഭവകഥയെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഓക്കെ. ഇപ്പോൾ ഈ കോറി ടെൻ ബൂം അവളുടെ സഹോദരി, എൻ്റെ ഓർമ്മ ബെറ്റ്സി എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, സിസ്റ്റർ, ഇവർ രണ്ടുപേരും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിന്നീട് ഇവരെ പിടിക്കപ്പെട്ടു. ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു, ഇവരെല്ലാവരും പിടിച്ചുകൊണ്ടുപോയി. അതായത് ഇതിനകത്ത് യഹൂദന്മാർ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് സീക്രട്ടായിട്ട് എങ്ങനെ പുറത്തു വന്നിട്ട് ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടിരിക്കുക. മഹാപീഡനത്തിലൂടെ അവർ പോകുന്നു. ഇതിനിടയിൽ സംഭവിച്ചത്, അവളുടെ സഹോദരി ബെറ്റ്സി ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് പീഡനം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആ പീഡനത്തിനിടയിൽ അവൾ മരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം കോറി ടെൻ ബൂം, മൂത്ത സഹോദരി, അവിടെ നിന്ന് റിലീസ്ഡായി. അവൾക്ക് റിലീസ് കിട്ടി പുറത്തു വന്നു. അവൾ കർത്താവിൻ്റെ ശുശ്രൂഷയുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു സഭയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ചർച്ചിൽ ശുശ്രൂഷിച്ച ശേഷം താൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് കൈനീട്ടി. നോക്കിയപ്പോൾ തന്നെ ആളപ്പെടുത്തം കെട്ടി. ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കാലത്ത് അവളുടെ സ്വന്തം സഹോദരിയെ അബ്യൂസ് ചെയ്ത, പീഡിപ്പിച്ച ആ ഗാഡാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിറകണ്ണുകളോടെ ക്ഷമാപണത്തോടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവളങ്ങ് ഫ്രീസായിപ്പോയി. കാരണം അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ, ക്രിമിനൽ, ക്രൂരനായൊരു മനുഷ്യൻ, ബീസ്റ്റ് ലൈക്ക് മാൻ, സ്വന്തം കൂടപ്പിറപ്പായ സ്വന്തം സഹോദരിയെ അബ്യൂസ് ചെയ്ത, റേപ്പ് ചെയ്ത, നശിപ്പിച്ച ആ മനുഷ്യൻ മുമ്പിൽ നിൽക്കുകയാണ്. കൈനീട്ടി നിൽക്കുക. പ്രസംഗിച്ച ശേഷമാണ് നിൽക്കുന്നത്. ആത്മനിറവിലാണ് നിൽക്കുന്നത്. ഒരൊറ്റ പ്രാർത്ഥന അകത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, ജീസസ് ഹെൽപ്പ് മീ. യാന്ത്രികമായ ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ യാന്ത്രികമായി അവൾ കൈ നീട്ടി, കൈ പിടിച്ചു. പക്ഷേ ഈ ഒരൊറ്റ നിലവിളി അകത്ത് നമ്മൾ നിലവിളിച്ച്, കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് പറയുമല്ല, അടുത്ത നിമിഷം സംഭവിച്ച അവളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ പറഞ്ഞ സ്നേഹമൊന്ന് ഫ്ലഡ് ചെയ്യുകയാണ്. വെള്ളപ്പൊക്കം പോലെ വന്നങ്ങ് നിറഞ്ഞു. ഒരൊറ്റ നിമിഷത്തിൽ അവൾക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റി. പിന്നീട് അവൾ എഴുതിയത് ഇങ്ങനെയാണ്, അവളുടെ വരികൾ ഇതാണ്: Forgiveness is an act of the will, and the will can function regardless of the temperature of the heart. ഏകദേശം അർത്ഥം പറയാം. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തിയിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതൊരു വികാരമല്ല. നമ്മൾ തീരുമാനിക്കുക. പലരോടും പറയുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഫോർ ഗിവിങ് ദാറ്റ് പേഴ്സൺ, എനിക്കൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. അത് നമുക്ക് തോന്നിയിട്ടല്ല, അതൊരു തീരുമാനമായിരിക്കണം. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ വിൽ. നമ്മളെടുക്കുന്ന ഡിസിഷനാണ്
ക്ഷമിക്കുക എന്നുള്ളത്. റിഗാർഡ്ലെസ് ഓഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ താപനില എന്തായാലും, ഹൃദയ നിലവാരം എന്തായാലും, നമ്മൾ ഉള്ളിലെടുക്കുന്ന, മനഃശക്തിയിലെടുക്കുന്ന ഒരു തീരുമാനം, ഞാൻ ക്ഷമിക്കാൻ പോകും. അവളുടെ അകത്ത് വന്ന് നിറഞ്ഞ അത് ആത്മാവിൻ്റെ ഫലമായ സ്നേഹമായിരുന്നു. ഉണ്ടാക്കിയെടുത്ത സ്നേഹമല്ല, ദ ഹോളി സ്പിരിറ്റ് കൊടുത്ത ആത്മാവിൻ്റെ സ്നേഹം അവളുടെ അകത്ത് വന്ന് നിറഞ്ഞു. അതൊരു ഹ്യൂമൻ സ്ട്രെങ്ത്തിൽ അത് ചെയ്യാൻ സാധ്യമല്ല, മാനുഷികമായ ഒരു കഴിവിൽ സാധ്യമല്ല. ബട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ ഒന്ന് ഈൽഡ് ചെയ്യാനുണ്ട്. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ ആ ഒരു ക്യാരക്ടർ ട്രേറ്റ് കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പറ്റും. പലപ്പോഴും നമ്മൾ സ്നേഹമെന്ന് വിചാരിക്കുമ്പോൾ, സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു അട്രാക്ഷനാണ്. ആ ആളോട് സ്നേഹിക്കാൻ പറ്റിയ രീതിയിലൊരു അട്രാക്ഷനുണ്ട്. ദിസ് ഈസ് കോൾഡ് കെമിസ്ട്രി. അഗാപ്പെ ലവ് ഇസ് നോട്ട് അബൌട്ട് കെമിസ്ട്രി. അഫെക്ഷൻ എന്ന് വിചാരിക്കും. അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. നേരത്തെ പറഞ്ഞത്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ, കുഞ്ഞുങ്ങളോടൊക്കെയുള്ള അഫെക്ഷൻ, അതല്ല അഗാപ്പെ ലവ്. ചില ആളുകൾ ചോദിക്കും ദിസ് ഈസ് എഗ്രിമെൻറ്റ്. നോ, എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് വ്യൂസാണ്, ഒരേപോലെ കാഴ്ചപ്പാടുള്ളവർ. അതുമല്ല. ബട്ട് ട്രൂ അഗാപ്പെ ലവ് ഗോസ് ബിയോണ്ട് ഇമോഷൻസ്. ഇറ്റ് ചൂസസ് ടു ബ്ലെസ് ഈവൻ ദോസ് ഹു കർസ്. ഈ സ്നേഹം അങ്ങ് അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശപിക്കുന്നവരെ വരെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമ്മളെ എനേബിൾ ചെയ്യുന്ന ഒന്നാണ് ഈ സ്നേഹം. അതിൻ്റെ ഏറ്റവും നല്ല ഡെമോൺസ്ട്രേഷൻ നടന്നത് യേശു കർത്താവിലാണ്. ഈ റോമാലേഖനം 5:8 ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: ബട്ട് ഗോഡ് ഷോഡ് ഹിസ് ഗ്രേറ്റ് ലവ് ഫോർ us by sending Christ to die for us while we were still sinners. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ, സ്വന്തം മകനെ നമുക്ക് വേണ്ടി മരിക്കുവാനായി അയച്ചു എന്നതിനാൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം പ്രകടമായിരിക്കുന്നു. ഒരു ഭയങ്കര സംഭവമല്ലേ? ഇതേ സ്നേഹം സ്തെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷിയിൽ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7:60 കർത്താവ് ഈ പാപങ്ങൾ അവരുടെ മേൽ നിർത്തരുത്. യേശുവും ക്രൂശിക്കപ്പെട്ടപ്പോൾ അത് പ്രാർത്ഥിച്ചു. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കരമാണ് ഈ സ്നേഹം. എല്ലാവരും ഒന്ന് കരങ്ങൾ നെഞ്ചിലേക്ക് വയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾക്കിത് വേണം. കൃപാവരങ്ങൾ മാത്രമല്ല കർത്താവേ, നിൻ്റെ ക്യാരക്ടർ ഞങ്ങളിൽ വെളിപ്പെടുവാൻ, ദൈവസ്നേഹം ഞങ്ങൾ വർക്ക് ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഇത് കേൾക്കുന്ന എല്ലാവരിലും അതുണ്ടാകട്ടെ. ഇത് ലൈവായി കാണുന്നവർ, റീപ്ലേ വാച്ച് ചെയ്യുന്നവരിലെല്ലാവരിലും അതുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്നങ്ങ് പറഞ്ഞല്ലോ. അത് ഞങ്ങളിൽ വെളിവാകുവാനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വി സറണ്ടർ, വി ഈൽഡ്. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് us to yield it, bear it, Father. രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. കൈ നീട്ടാം യേശുവിൻ്റെ നാമത്തിൽ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം മാറിപ്പോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അബ്ഡോമിനൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നട്ടലിനകത്ത് പഴുപ്പുള്ള ആരെ കർത്താവ് സൗഖ്യമാക്കിയ അത്ഭുതകരമായ സൗഖ്യം നടക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു. അപ്പോൾ തന്നെ ആർക്കൊക്കെയോ ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് നൽകുകയാണ്. ഇൻ യുവർ നെയിം ഐ ബ്ലസ്, ഐ ബ്ലസ്, ഐ ബ്ലസ്. കൈനീട്ടാം. കർത്താവെ, ഏത് പ്രയാസം, ഏത് രോഗം, സാമ്പത്തിക വിഷയമോ, ജോലിയോ, കുടുംബ പ്രശ്നമോ കർത്താവ് പരിഹരിക്കണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ ദയവായി എൻ്റെ ലിങ്ക് എടുത്തിടുക. ഇനിയുള്ളത്, ഈ ആഴ്ചയിലുള്ളത് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.